രാവിലെ ഭയങ്കര വെയില്. നല്ല വെയില. മഴ അങ്ങ് മാറിയെന്ന് തോന്നുന്നു. കായെല്ലാം പഴുത്ത് കുറച്ചെടുത്ത് ഉണക്കി അങ്ങോട്ടെ പാകിയാല്. അതാണെങ്കിൽ ആ പാവലൊരു കയറ് കെട്ടി അങ്ങോട്ടേക്ക് ഇടാൻ പറഞ്ഞാല് ഇത്രയും കിട്ടിയില്ലേ? കിട്ടി. അത് നല്ലോണം അങ്ങ് കയറ് കെട്ടി ഇടുവാണെങ്കിൽ അത് നല്ല ഭംഗി ഉണ്ടാവില്ലേ മുറ്റന. നല്ല തണലായിരിക്കും. മൂത്ത അങ്ങ് പറിച്ചു വന്നാൽ തോരൻ വെക്കും. ഇവന്മാരെ കൊണ്ട് ഒരു രക്ഷയില്ല. സകല ബഹളവും. എന്താ പറ്റിയേ? കണ്ണും തലയെല്ലാം ഇരുട്ടുന്ന പോലെ തല ഇറങ്ങുന്നു. അതെങ്ങനാ? തലവേന എന്നും പറഞ്ഞുള്ള ഗുളികയെല്ലാം മേടിച്ചങ്ങോട്ട് വെക്കും. കഴിക്കുവോ? അതുമില്ല. കുറച്ച് ദിവസമായി എനിക്ക്. ഞാനും ശ്രദ്ധിക്കുന്നുണ്ട്. കുറേ ദിവസമായിട്ട് ഇങ്ങനെ ഉണ്ട്. നമുക്കൊരു കാര്യം ചെയ്യാം, ഹോസ്പിറ്റലിൽ പോവാം. ഒരിട്ട് ഇത്തിരി വെള്ളം എടുത്തേ. എനിക്ക് ശ്രദ്ധിച്ചോ? രാവിലെ ചായ കുടിച്ചിരുന്നാ? ഇല്ല. വെള്ളം കുടിക്കുന്ന വെയിൽ കൊള്ളണ്ട. നല്ല വെയിലും കൂടി വരുന്നുണ്ട്. നേരം വെളുത്ത് വെയിലത്തിറങ്ങി നിന്നിട്ട് കൂടിയാവും. അവിടെ പോയിരിക്കാം. ഇത് കുറേ ദിവസമായിട്ട് ഞാനിപ്പോൾ ശ്രദ്ധിക്കുന്നുണ്ട്. BP വല്ലതും കുറഞ്ഞായിരിക്കും. കാര്യണ്ട. BP കുറഞ്ഞ് ഇത്തിരി നാരങ്ങാവെള്ളം ഉപ്പും പഞ്ചസാരയും കൂടി ഇട്ട് വന്നങ്ങ്. നാരങ്ങാവെള്ളം ഉപ്പും പഞ്ചസാരയൊന്നും വേണ്ട. നമുക്ക് നേരെ ഹോസ്പിറ്റലിൽ പോവാം. വേണ്ട, കുറച്ച് കടന്നു കഴിയുമ്പോൾ ശരിയാ. വേണ്ട, നമുക്ക് ഒരു ഡോക്ടറിനെ കണ്ടിട്ട് വരാം. അത് നല്ലത്. വേണ്ടെന്നേ പറഞ്ഞാൽ കേൾക്കാതെയും. ഡോക്ടറിനെ കാണാം. പോയി റെഡിയാവും. ബാ, എണീക്കാൻ. ഡോക്ടറിനെ വിളിച്ച് ബുക്ക് ചെയ്തിട്ടുണ്ട്. അശ്വതി, BP ഒന്ന് നോക്കൂ. എന്ത് പറ്റി? 2-3 ദിവസമായിട്ട് ഒരു തലകറക്കം, കണ്ണിനകത്തല്ലേ ഇരുട്ട് കയറുന്ന പോലെ, ഛർദിക്കുന്നുണ്ട്. ഭയങ്കര ക്ഷീണം ഡോക്ടറെ. അതൊരു ടൈറോയിഡാണ്. നമുക്ക് നോക്കാം കേട്ടോ. ഒന്നിങ്ങോട്ട് നീങ്ങിയിരുന്നേ. നാക്ക് കയറ്റിക്കാന്ന്. ശ്വാസം തിരിഞ്ഞേ. പൾസ് കയ്യാ.
പീരീഡ്സ് ഒക്കെ കറക്റ്റ് ആണോ ഇപ്പോൾ? ഇപ്പൊ ഒരു 1 year ആയിട്ട് ചിലപ്പോ 3 months കൂടുമ്പോ 6 months കൂടുമ്പോ അങ്ങനെയൊക്കെയാ വരുന്നത്. കറക്റ്റ് അല്ല. നമുക്കത് നോക്കാം. നമുക്ക് ബ്ലഡും യൂറിനും ഒന്ന് ടെസ്റ്റ് ചെയ്യാനുണ്ട് കേട്ടോ. ലാസ്റ്റ് പീരീഡിന് ഡേറ്റ് എന്നാ? ഡേറ്റ് കറക്റ്റ് ഓർക്കണില്ല ഡോക്ടർ. എന്തായാലും ഒരു 4 മാസമായി. 4 മാസമായി. ഓക്കെ. അശ്വതി, ഇതൊന്ന് ടെസ്റ്റ് ചെയ്യണം. ബ്ലഡ് ടെസ്റ്റ് സാമ്പിൾ. ശരി. ഒരു സന്തോഷ വാർത്തയുണ്ട്. ഗീത പ്രഗ്നന്റ് ആണ്. 2 months കഴിഞ്ഞല്ലോ. അയ്യോ, ഇതെന്താ ഡോക്ടർ ഇപ്പോൾ? ഇനിയും ഈ പ്രായത്തിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ? പ്രശ്നമൊന്നുമില്ല. അത് ഈ സമയത്ത് ചിലർക്ക് പ്രീപ്രമോപ്പോ സമയത്ത് ഇങ്ങനെ ഉണ്ടാവാറുണ്ട്. ഞാനിതെങ്ങനെ മറ്റുള്ളവരോട് പറയും? ഇനി ഇങ്ങനെ ടെൻഷൻ ആവേണ്ടതായിട്ടില്ല. എത്ര പേര് മക്കളില്ലാണ്ട് വിഷമിക്കുന്നുണ്ടല്ലോ. ഞാൻ കുറച്ച് വിറ്റാമിൻ ടാബ്ലറ്റ്സ് എഴുതി തരാം. അത് കറക്റ്റ് സമയത്ത് കഴിക്കണം കേട്ടോ. പിന്നെ വെള്ളം നന്നായിട്ട് കുടിക്കണം കേട്ടോ. വിഷമിക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഏജിൻ്റെ ഇത് വെച്ചിട്ട് കുറച്ച് ശ്രദ്ധിക്കണം കേട്ടോ. അത്രേ ഉള്ളൂ. താങ്ക് യു. അശ്വതി, അടുത്ത പേഷ്യന്റിനെ വിളിക്കൂ. ഒരു മിനിറ്റ്. ഇനിയിപ്പോ എന്നാ ചെയ്യും? ആകെ നാണക്കേട്. ടെൻഷൻ അടിക്കല്ലേ? ഇതൊക്കെ വേണമെന്ന് വെച്ചിട്ട് ഒന്നാണോ അതൊക്കെ ഈ സംഭവിച്ചു പോയതല്ലേ? വയസ്സാം കാലത്ത് 48 വയസ്സായി. ഇതിപ്പോ ആരോടേലും പറയാൻ പറ്റുമോ? നിങ്ങളുടെ അമ്മയോട് അങ്ങനെ കാര്യം പറയും? എൻ്റെ ഗീതേ, ഞാനും എൻ്റെ ചേട്ടനും തമ്മിൽ 13 വയസ്സിൻ്റെ വ്യത്യാസമുള്ളത്. വീണ്ടും ഛർദ്ദിക്കായ? ഇടയ്ക്കിടയ്ക്ക് ഛർദ്ദിക്കാൻ വരുമെന്നേ. ഞാനും എൻ്റെ ചേട്ടനും തമ്മിൽ 13 വയസ്സിൻ്റെ വ്യത്യാസമുണ്ട്. അമ്മയ്ക്കിതൊന്നും വലിയ ബുദ്ധിമുട്ടായിട്ട് വരില്ല. അമ്മയെ വേറൊരു വിധത്തിൽ കണക്കാക്കണ്ട. ബാ, ഈ വയറ് കൂടിക്കൂടി വരെയല്ലേ, ഇത് മൂടി വയ്ക്കാൻ പറ്റുമോ? അത് വരട്ടെ, നമുക്ക് നോക്കാം. അതാണ് ഏറ്റവും വലിയ കുഴപ്പം. നീ ടെൻഷൻ ആവണ്ട, നമുക്ക് നോക്കാം. അമ്മ വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എത്തിയോ എന്തോ? എന്റെ ദൈവമേ, ഞാൻ വരുന്നില്ല. എന്നെങ്കിൽ ആ പെണ്ണ ഇങ്ങോട്ട്. നാട്ടുകാരും അമ്മയും നാട്ടുകാരാണോ ഇതൊക്കെ നോക്കുന്നേ? പിള്ളേരോട് എങ്ങനെ പറയും? ആ, പിള്ളേരോട് പറയാം. അമ്മ വന്നു എന്ന് തോന്നുന്നു. താക്കോല് വെച്ചിട്ടാ പോന്നേ. എന്റെ ദൈവമേ, താക്കോലൊക്കെ ഇവിടെ വെച്ചിട്ടാണോ പോയേ? അമ്മ വരുമ്പോ വിളിക്കണ്ടേ എന്ന് വെച്ചിട്ട്. അമ്മ വന്ന് ചെരുപ്പ് കിടക്കുന്ന. ഞാൻ വരുന്നില്ല. നീ വാ, അവിടെ നിക്കാതെ. ശരിയേട്ടാ, ഒന്ന് നിക്ക, ഞാനും കൂടി വരട്ടെ. നീ കേറി വാ, അമ്മ എവിടെ ഉണ്ട്, നീ കേറി വാ. അമ്മേ, അമ്മ വന്നിട്ട് ഇവിടെ പോയോ എന്തോ? നീ ഇവിടെ ഇരിക്കുന്നേ ഉള്ളൂ. നീ റൂമിൽ പോയി കിടന്ന് റെസ്റ്റ് എടുക്ക്. അതല്ല, നിനക്ക് വെള്ളം വല്ലതും വേണോ? വെള്ളം വേണ്ട, എനിക്ക് ഛർദ്ദിക്കാൻ വരും. അടുക്കളയൊന്നും കയറാൻ പറ്റണില്ല. ഓരോ അടുക്കളയിൽ ഇപ്പൊ ഞാൻ കയറാം. അമ്മ വന്നല്ലേ? അമ്മ, ഞാൻ പറഞ്ഞതേ വയസ്സാം കാലത്ത് മര്യാദക്കിരിക്കുന്നു. കുത്തിയും തോണ്ടിയും മാന്തിയെല്ലാം ഒപ്പിച്ച് വെച്ചിട്ട് ഞാൻ ഇനിയിപ്പോ എന്നെ ചെയ്യാൻ? അയ്യോ, എന്തൊരു നാണക്കേടാ ഇത്. ഇല്ല, ഞാൻ പിന്നെ ഇവിടെ പോയി തോണ്ടണം? എന്റെ പറച്ചിൽ കേട്ടാത്തൊന്നുമല്ലോ. ഇതെല്ലായിടത്തും ഉള്ളതല്ലേ? ഭാര്യയും ഭർത്താവൊക്കെ അങ്ങനെയാ. ഇതെല്ലായിടത്തും ഉണ്ടോ?
അതെല്ലായിടത്തും ഉണ്ടാവും. ഓ ഇത് ഈ പ്രായത്തിൽ എൻ്റെ അയ്യോ. ഇനിയിപ്പോൾ വന്നത് വന്നു. ആണെങ്കിൽ ആ ലീല ചേച്ചി രാധ ചേച്ചി ഒക്കെ വരും നാളെ. കുടുംബശ്രീ കൊണ്ട് ഞാൻ എന്തു പറയാ എൻ്റെ പൊന്നോ. ഈ കുടുംബസ്ത്രീകൾ വന്നിട്ട് എന്താവാനാ? കുടുംബസ്ത്രീകളാണോ നിന്റെ ഗർഭത്തിന് കാരണം? എൻ്റെ കർമ്മത്തിന് കാരണമല്ലേ കുത്തിയിരിക്കുന്നത്. ആ അപ്പം പിന്നെ അതിനെ കുറിച്ചിട്ട് പറ. എന്തായാലും ഗർഭമായില്ലേ, ഇനി വയറ് വീർത്ത് വരും, നാട്ടുകാരറിയും, നമുക്കത് ഒഴിവാക്കാൻ പറ്റൂല. അപ്പൊ അതിനെ വേണ്ട വിധത്തിൽ കൈകാര്യം ചെയ്യാം. എന്തായാലും ഇനിയിപ്പം നല്ല ഒരവസരമാ. നല്ലൊരു ആഞ്ചർക്കനെങ്കിൽ പറ്റിയിട്ട് താന്നേ. ആ നല്ല തന്നെ. അവിടെ ഇരുന്നോ, ഒരാഞ്ചർക്കനെ കൊണ്ട് ഇവിടെ തൊഴിലില്ല. അന്നേരം ഇനി ആഞ്ചറക്കന് കുഴപ്പമൊന്നുമില്ലേ. വെറുതെ ഇങ്ങോട്ട് പിള്ളേരെ കുറ്റം പറഞ്ഞ് നീ കയറി പോകണ്ട. ഈ പിള്ളേരോട് എങ്ങനെ പറയും? പിള്ളേരെ മുഖത്ത് എങ്ങനെ നോക്കും എൻ്റെ പൊന്നു ദൈവം? ആ പിള്ളേരോട് അമ്മ പറയട്ടെ. അമ്മയോട് എങ്ങനെ പറയും? ഞാൻ BP ആന്നേ പറയുള്ളേ. എനിക്ക് പറയപ്പോഴേ എനിക്ക് അമ്മയോട് പറയാൻ പറ്റത്തില്ല. നീ പിന്നെ ഇരിക്ക്, ഞാൻ എന്തെങ്കിലും പിന്നാനോ ഓടിക്കാനോ വല്ലതും നോക്കട്ടെ. അതെ, ഇന്നലത്തെ കഞ്ഞിയുണ്ടോ? നിങ്ങൾ തിളപ്പിച്ച് വാർത്താൽ മതി. അമ്മ വന്നിട്ടില്ലേ? നമ്മൾ 3 പേരില്ലേ? കഞ്ഞി നമുക്ക് മാത്രം മതിയോ? ആഹാ, വന്നാ നിങ്ങള് മേളിലേക്കൊന്നും കേറുന്നില്ലേ? ആകെ അലക്കിലായിട്ട് കിടക്കുകയാണല്ലോ. അല്ലമ്മ, അത് കുറച്ച് ദിവസമായിട്ട് വയ്യായിരുന്നു. അപ്പോൾ തുണിയെല്ലാം ആകെ ഒന്ന് മടക്കി വെക്കാൻ പറ്റിയില്ല. ഡോക്ടർ എന്താണോ പറഞ്ഞേ? അത് BP കുറഞ്ഞതാ. ഡോക്ടർ മരുന്ന് തന്നു. ഞാനൊന്ന് അമ്മയ്ക്ക് ചായ വെക്കാന്നാ. ഞാൻ ചായ ഇടാം, നീ അവിടെ ഇരുന്നോ. ഇതെന്താ പുതിയ പരിഷ്കാരങ്ങളൊക്കെ? അല്ല, എനിക്ക് വയ്യാത്തോണ്ട്. വീണ്ടും ഛർദിച്ചല്ലോ. BP-യുടെ ഛർദി ആയിരിക്കൂല്ലേ? അത് പിന്നെ അമ്മ BP കുറയുമ്പോൾ എനിക്ക് ഇടയ്ക്ക് അങ്ങനെ വരാറുള്ളതാ. മോനെ ഹരിക്കുട്ടോ, നീ ഒന്നിങ്ങ വന്നേ. അമ്മ BP-യുടെ ഛർദി തന്നെയാന്നോ? BP എത്രാന്നാ പറഞ്ഞേ? അത് 120 ഉണ്ടായിരുന്നെന്നാ പറഞ്ഞു. ഇത് BP-യുടെ തന്നെയാ. എനിക്കും ഉണ്ടായിരുന്നു BP. അങ്ങനെ ഒരു 8 BP ഉണ്ടായിരുന്നു. അതിൽ ഈ നിൽക്കുന്നതേ 5ാമത്തെ BP-യാ. അല്ല, പിള്ളേരോടൊക്കെ പറഞ്ഞോ? ഇല്ല അമ്മ, പിള്ളേരോടൊന്നും പറഞ്ഞില്ല. എനിക്കാണ് ആകെ ചമ്മലോ. എന്തിനാ ചമ്മുന്നേ? എൻ്റെ 45ാമത്തെ വയസ്സിലുള്ളതായി 5ാമത്തെ BP. ഞാൻ വിളിക്കാം. അവളെ ഫോണിൽ വിളിക്കാമ്മ. അവളെ എല്ലാ ദിവസവും വിളിക്കും, 2 പേര്. അവനും വിളിക്കും. അമ്മ തന്നെ പറഞ്ഞാൽ മതി. ഹരി, നീ മോളെ ഇങ്ങ് വിളിച്ചതാ. ഞാൻ പറഞ്ഞില്ല, ഒന്ന് വേണ്ട.
ഫോൺ വിളിക്കുന്നുണ്ടമ്മ. അവളുടെ മുഖത്ത് നല്ല ക്ഷീണമുണ്ടല്ലോ. മോളെ അച്ഛമ്മേ, മോളെ എപ്പോഴാ ഇങ്ങ് വരുന്നേ? ഞാന് അമ്മയെ വിളിച്ചപ്പോ അമ്മ പറഞ്ഞു വരണ്ടാന്ന്. ഞാൻ അടുത്ത ആഴ്ച വരാനിരിക്കുക അച്ഛമ്മേ. സ്റ്റഡി ലീവാ. അച്ഛമ്മ എപ്പ വന്നേ? അച്ഛമ്മ കുറച്ചു നേരം മുമ്പേ വന്നത്. അമ്മയും അച്ഛനോട് ഹോസ്പിറ്റലിൽ പോയിട്ട് വന്നു. മോളെ വിളിച്ചായിരുന്നോ? അമ്മയ്ക്ക് എന്നെ BP കുറവോ? അവൾക്ക് BP 3ാമത്തെ BPയാ. ഇവിടെ ഒരു വിശേഷമുണ്ട്. നിന്റെ അമ്മ ഒന്നോടെ ഗർഭിണിയായെന്ന്. അയ്യേ, ഇപ്പഴാ? അച്ഛമ്മല്ലേ പറയുന്നത്. എനിക്ക് ഒട്ടും ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. ഞാനെങ്ങനെ എന്റെ ഫ്രണ്ട്സിന്റെ മുഖത്ത് നോക്കും? എന്താ മോളെ ഇങ്ങനെയൊക്കെ പറയുന്നേ? ഇല്ല, അമ്മയോട് കളയാൻ പറ. വേണ്ട, ഞാനിന്നെ വീട്ടിൽ പോലും കയറുന്നില്ല. ഈ വലിയ കുട്ടിയല്ലേ. ഞാൻ വീട്ടിൽ കയറത്തില്ലേ? അമ്മയോട് അച്ഛനോട് പറഞ്ഞേക്ക്. അച്ഛമ്മ തന്നെ മോളെ എന്നെ വിളിക്കണ്ട. ഈ കാര്യം പറഞ്ഞ് വിളിക്കണ്ട. എന്റെ ഫ്രണ്ട്സ് ഒക്കെ ഞാൻ ഒന്ന് പറയട്ടെ കുട്ടി. ഈ വയസ്സാകാലത്ത് വയറ് കുറിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഭയങ്കര നടക്കണം. വേണ്ട വേണ്ട, ഫോൺ വെച്ചാ അച്ഛമ്മ, ഞാൻ പോവാ. ഓക്കെ, എനിക്ക് ഇനി ആരോട് സംസാരിക്കണ്ട, എന്നെ വിളിക്കാൻ വേണ്ട. എന്തായാലും കട്ടായി. എന്തൊരു ദേഷ്യ കുട്ടിക്ക്. നിന്റെ അതേ സ്വഭാവം എനിക്കറിയായിരുന്നു. ഇതന്നെ വരുമെന്നറിയായിരുന്നു. ഇല്ല, നീ ടെൻഷൻ ആവാതെ നമുക്ക് അവളെ പറഞ്ഞ് സമാധാനിപ്പിക്കാം. ഇതിപ്പോൾ അങ്ങനെ കളയാനോ അങ്ങനെ ഒരു പാപം ചെയ്യാനോ ഒന്നും നമുക്ക് പറ്റത്തില്ല. എന്ത് ചെയ്യാനേ? ഗുരുന്നല്ലേ, സാരില്ല, ശരിയാവും. അമ്മ വേണ്ട, അവൻ വിളിക്കുന്നുണ്ട്. എടുത്തു. ചെറുക്കനാ? എന്റെയും കൂടെ കുറവാണല്ലോ. ഞാൻ എടുക്കണം. ഹലോ അച്ചോ. ഓ, കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു കേട്ടോ. ഫോൺ വിളിച്ചായിരുന്നു. ശരി. അവള് പറയുന്ന ഒന്നും കാര്യമാക്കണ്ട. അവള് കുഞ്ഞല്ലേ, ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം അവളെ. അമ്മ എന്ത് സുഖമായിട്ടിരിക്കുന്നോ? അമ്മ ഉണ്ടോടാ? സുഖാ. ഞാൻ ഏതായാലും അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. സമാധാനത്തോടെ ഇരിക്കെ. ഇനി അണ്ടിപ്പരിപ്പും ക്രിസ്മസ് ഒക്കെ ഒറ്റയ്ക്ക് ഇതിനാണ് കുറച്ചൊക്കെ അമ്മയ്ക്ക് കൂടെ കൊടുക്കാം കേട്ടോ. ശരി. ചെറുക്കൻ്റെ ഒരു കാര്യം. അവിടെ കോള് വരുന്നു. എടുത്തു എന്റെ പൊന്നോ. ഇല്ല, അവിടെ ആയിരിക്കും സംസാരിക്കാം. എടുക്ക. ഹലോ അച്ഛാ. മോളെ, അമ്മ എന്തേ? അമ്മ എവിടെയുണ്ട്? ഫോൺ കൊടുക്കുവോ? കൊടുക്കാം. ലൗഡ് സ്പീക്കറിലിട്ട് ഫോണ്. എന്നാ ലൗഡ് സ്പീക്കറിൽ അമ്മ കേൾക്കുന്നുണ്ട്. അച്ഛമ്മയുണ്ട്. പറ മോളെ. അപ്പൊ എല്ലാരോടായിട്ട് ഒരു കാര്യം പറയാ. ഞാൻ പറഞ്ഞത് കേട്ട് ആരും വിഷമിക്കണ്ട. എന്നെ ഏട്ടൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങള് 2 ആളൂടെ അങ്ങോട്ടേക്ക് വരുന്നേ. പിന്നെ അച്ഛനും അമ്മയും കൂടെ കേൾക്കാനായിട്ട് ഒരു കാര്യം പറയാണേ. ഞങ്ങക്ക് അനിയത്തി വേണ്ട, അനിയും മതി കേട്ടോ. അപ്പൊ ഓക്കെ, എല്ലാം പറഞ്ഞ പോലെ നമുക്ക് നേരിട്ട് കാണാം. പിന്നെ ചെലവുണ്ടേ, അതെടുത്ത് വെക്കാൻ മറക്കണ്ട. ശരി. അയ്യോ, ഇപ്പൊ സമാധാനായത്. ഞാൻ പറഞ്ഞില്ലേ, ടെൻഷനൊന്നും വേണ്ട. ഇവിടുത്തെ കാര്യമൊക്കെ കഴിഞ്ഞു. ഇനി എന്താ? എന്റെ പൊന്നമ്മ, നാട്ടുകാരോട് എന്ത് പറയും? അല്ല, നാട്ടുകാർക്ക് ഇപ്പൊ നീ എന്തെടുക്കാനോ? നാട്ടുകാരാണോ ഇതൊക്കെ കൊണ്ടുവിടുന്നത്? അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നീ അതൊന്നും കാര്യമാക്കണ്ടേ. ഇതൊക്കെ ഇതിന്റെ വഴിക്കുള്ളതാ. പിന്നെ ഞാൻ എൻ്റെ അമ്മയുടെ 45ാമത്തെ വയസ്സിലുള്ളതാ. അത് അന്നത്തെ കാലമല്ലേ അമ്മ. സീമേ ഡി, നീ എന്നാ ഈ രാത്രിയില്? ഒരു വലിയ കാര്യമുണ്ട്. ചൂടോടെ പറഞ്ഞില്ലെങ്കിൽ ഒരു സമാധാനം ഇല്ല എനിക്ക്. നമ്മുടെ ഗീതയില്ലേ, അവളി വയസ്സാം കാലത്ത് ഗർഭിണിയായിരുന്നു. പോടി. സത്യം? അതേടെ കാര്യമായിട്ടാ. അയ്യേ, അവളുടെ അമ്മയാ പറഞ്ഞത്. അതെങ്ങനെയാന്ന് പറ. അവൻ ഗൾഫിൽ നിന്ന് വന്നിട്ട് പിന്നെ വേറെ എവിടെയും പോയില്ലല്ലോ. മാത്രല്ല ഇവരെപ്പം പോകുന്നല്ലേ ഒരുമിച്ചല്ലേ. അവളെ ഒരു മിനിറ്റ് പോലും ഒറ്റയ്ക്ക് വിടാൻ അവൻ സമ്മതിക്കുകയില്ല. ആകെ നാണക്കേട്. ഇനി നാളെ കുടുംബശ്രീയിൽ വരണേ. നമുക്ക് നല്ലൊരു കാര്യം കിട്ടിയിട്ടുണ്ട് ചർച്ച ചെയ്യാനായിട്ട്. ഞാൻ നമ്മുടെ ഷീലയുടെ അടുത്തും സിന്ധുവിന്റെ അടുത്തൊക്കെ ഒന്ന് കയറട്ടെ. ഓക്കെ, ഇപ്പൊ നാളെ കാണാവേ. ബൈ.